സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഇന്നലെ ഡൽഹിയിൽ റെഡ് ഫോർട്ടിനടുത്ത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ബോംബ് സ്ഫോടനം നടന്നത്. 10 12 20 ആളുകൾ മരിക്കുകയും കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിൻ്റെ ഇൻ്റലിജൻസ്, പട്ടാള മേധാവികൾ, പോലീസ് മേധാവികൾ, ഇവരുടെ എല്ലാം പണി എന്താണ്? നമ്മൾ അതായത് ഇത് കുറച്ച് ദിവസത്തിന് മുമ്പേ വന്നതാണ്. ഭീകരാക്രമണം നടത്താനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എന്താ, ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം എന്താണ്, വെറും പാഴ്വാക്കാണ്. പാകിസ്ഥാനിൽ ആരെങ്കിലും 2 ഭീകരന്മാരെ ആരെങ്കിലും വെടിവെച്ച് വന്നാൽ പറയും, അജിത് ഡോവലിൻ്റെ ആളുകൾ, കുട്ടികൾ, പിള്ളേരവിടെ ഇറങ്ങിയിട്ടുണ്ട്, അവരെ തീർത്ത് കളഞ്ഞു, 2 പേരെ 4 പേരെ തീർത്ത് കളഞ്ഞു. അപ്പൊ അന്യ രാജ്യത്ത് പോയി തീർക്കാനായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനം നമുക്കുണ്ട്. നമ്മളെ രാജ്യത്ത് ഒരു ഇന്റലിജൻസ് സംവിധാനവും ഇല്ല. കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നു, പറഞ്ഞതാരെയാണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിം തീവ്രവാദി. അവിടെ നടന്നെന്ന് പറയുന്നത് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ ഒരു കൺവെൻഷൻ. അതിൽ ബോംബ് പൊട്ടി, 7 പേര് മരിച്ചു, പിന്നെ 10-33 പേര് ഹോസ്പിറ്റലിലായി. അപ്പോൾ തീവ്രവാദി, ഭീകരവാദി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെയുള്ള സംഘി, ക്രിസംഘി ചാനലുകളെല്ലാം വാർത്തകൾ നിരത്തി. അവസാനം ആരാണ് ചെയ്തത്? മാർട്ടിൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് ചെയ്തത്. അപ്പോൾ അവൻ ഭീകരവാദിയല്ല, അവൻ തീവ്രവാദിയല്ല. ഒരു 3-4 വർഷത്തിന് മുമ്പാണ് മംഗലാപുരം എയർപോർട്ടിൽ ബോംബ് വെച്ചു. അത് അവിടെ ഉള്ള മുസ്ലിം ചെറുപ്പക്കാരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവസാനം പിടികിട്ടി ഒരു ഹിന്ദുവായിരുന്നു. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അവൻ പഴയ ഒരു എഞ്ചിനീയർ ആണെന്നാണ് പറയുന്നത്. അവനെ പിടിച്ചോടുകൂടി അത് ഭീകരവാദമല്ല, പിന്നെ തീവ്രവാദമല്ല, അവൻ പിന്നെ ബുദ്ധിസ്ഥിരതയില്ലാത്തവനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ, ബുദ്ധിസ്ഥിരതയില്ലാത്തവന് എയർപോർട്ടിൽ പോയി ബോംബ് വയ്ക്കലാണ് ജോലി. അപ്പൊ നിങ്ങൾ തിരയുന്നത് എന്താണ്? മുസ്ലിങ്ങളെ കിട്ടാനൊക്കൂ എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ തീവ്രവാദമാവും ഭീകരവാദവും. ആര് ചെയ്താലും മതം നോക്കണ്ട, ഏത് മറ്റവൻ ചെയ്താലും മതം നോക്കണ്ട. അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, സിഖുകാരനാവട്ടെ, ക്രിസ്ത്യാനി